എന്നെ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് ജീവിക്കാൻ അനുവദിക്കണം, എവിടേക്കെങ്കിലും ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുപോയെന്ന് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ചികിത്സയുടെ ചിലവ് ഞങ്ങൾക്ക് തന്നിട്ടില്ല, അതുകൊണ്ട് ചികിത്സിക്കാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ അമ്മയെ ഈ കുട്ടിയോടൊപ്പം പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ അമ്മ ഒന്നും സംസാരിക്കുന്നില്ല, അമ്മയുടെ ശരീരം തണുത്ത് വിറച്ചു. അപ്പോൾ ഈ കുട്ടിക്ക് മനസ്സിലായി അമ്മ മരിച്ചെന്ന്. ഞാൻ ഫാദർ വിൻസ്, ഒരു കമിലിയൻ സന്യാസ വൈദികനാണ്. നമ്മൾ ഇന്നീ നിൽക്കുന്ന ഈ ഒരു ഭവനം, ഇതാണ് കമില സന്യാസ സഭയുടെ ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ ഭവനം. 1980കളിൽ സ്ഥാപിതമായ കമില സെമിനാരി. ഇവിടെ നിന്നാണ് ഞങ്ങളുടെ ഇന്ത്യയിലെ ആതുര ശുശ്രൂഷയുടെ തുടക്കം. 2000ങ്ങളിൽ നമുക്കറിയാം, എയ്ഡ്സ് എന്ന മഹാമാരി ലോകത്തിൽ പടർന്നു പിടിച്ചപ്പോൾ 1997ൽ ബാംഗ്ലൂരിൽ സ്നേഹദാൻ എന്ന പേരിൽ ഒരു എയ്ഡ്സ് ബാധിതർക്ക് വേണ്ടി ഒരു സ്ഥാപനം തുടങ്ങി. അതിലൂടെ അനേകം പേർ ഈ ആതുര ശുശ്രൂഷ, ഞങ്ങളുടെ ആതുര ശുശ്രൂഷയിൽ പങ്കാളികളാകുകയും അനേക ആയിരങ്ങൾക്ക് ഇതിലൂടെ ഒരു ആശ്വാസം ലഭിക്കുകയും ചെയ്തു. കാരണം അനേകം ആൾക്കാർ എയ്ഡ്സ് എന്ന മഹാമാരിയെക്കുറിച്ച് ഓർക്കുകയും അതിനെ പേടിയോടെ അകറ്റി നിർത്തുകയും ചെയ്തൊരു സമയത്താണ് ഞങ്ങൾക്കുള്ള 4ാമത്തെ വ്രതമായ ജീവിതത്തിൻ്റെ ഏതൊരവസ്ഥ, അതായത് സ്വന്തം ജീവൻ തൃണവൽക്കരിച്ചുകൊണ്ട് പോലും രോഗിയെ ശുശ്രൂഷിക്കണമെന്ന വ്രതം എടുത്ത കമിലിയൻ സന്യാസിനികൾ ഈ ഒരു സ്നേഹദാൻ എന്ന സ്ഥാപനം തുടങ്ങിയത്. അതിനുശേഷം ഈ ഏറ്റവും അശരണനായി കിടന്ന ഈ രോഗികൾക്കിടയിൽ പ്രവർത്തിക്കുകയും പിന്നീടാണ് ഞങ്ങൾക്ക് മനസ്സിലായത്, ഈ എയ്ഡ്സ് ബാധിച്ചവർക്കുണ്ടാകുന്ന കുട്ടികൾക്ക് ഒരു ആശ്രയ കേന്ദ്രമില്ലെന്ന്. കാരണം എയ്ഡ്സ് ബാധിച്ച ഈ കുട്ടികൾ, ഇവർക്ക് ഈ അസുഖം ഉണ്ടാകുന്നത് ഇവരുടെ മാതാപിതാക്കളിൽ നിന്നാണ്. ഈ മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കുന്ന ഈ അസുഖം ഇവർ ജീവിതകാലം മൊത്തം ഇവർ തുടർന്നുകൊണ്ട് പോകും, ഇവരുടെ ശരീരത്തിലുണ്ടാകും. അപ്പോൾ തുടക്കകാലങ്ങളിൽ ഈ എയ്ഡ്സ് ബാധിച്ച കുട്ടികൾ മരിച്ചു പോകുമായിരുന്നു. ഒരു 9 or 10 വയസ്സിനുള്ളിൽ മരിച്ചു പോവുകയായിരുന്നു. പിന്നീടാണ് 2003ൽ ART, ആൻറ്റി റിട്രോവൈറൽ തെറാപ്പി എന്ന പേരിൽ ഒരു ഡ്രഗ്, ഒരു പുതിയ മെഡിക്കേഷൻ ഉണ്ടാകുകയും അത് ഈ HIV ശുശ്രൂഷ രംഗത്ത് ഒരു വലിയൊരു മാറ്റത്തിന് കാരണമാവുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു ഡ്രഗ് കഴിക്കുമ്പോൾ, ഈ ഒരു മരുന്ന് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ വൈറസ്, അതായത് HIV വൈറസ് ക്രമാതീതമായിട്ട് കുറയും. നമ്മുടെ ശരീരത്തിൽ ഇതിൻ്റെ എണ്ണം കുറയുകയും തൽഫലമായിട്ട് നമ്മുടെ നാച്ചുറലായിട്ടുള്ള പ്രതിരോധ ശേഷി ഉയരുകയും കൂടുതൽ കാലം ഒരു എയ്ഡ്സ് രോഗിക്ക് ജീവിക്കുവാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ അതുവഴി ഈ കുട്ടികൾക്കും അനേകം വർഷങ്ങൾ ജീവിച്ചിരിക്കാമെന്ന ഒരു അവസ്ഥാവിശേഷമുണ്ടായി. പക്ഷേ ഇവർക്ക് എങ്ങനെ ഈ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാമെന്ന ഒരു ചോദ്യത്തിൽ നിന്നാണ് ഇവർക്ക് വേണ്ടി ഒരു സ്ഥാപനം എന്ന പേരിൽ സ്നേഹ കെയർ ഹോം എന്ന പേരിൽ ബാംഗ്ലൂരിൽ ഞങ്ങളൊരു സ്ഥാപനം തുടങ്ങിയത്. തുടക്കത്തിൽ ഇവർക്കൊരു കെയർ സെൻ്റർ ആയിരുന്നു ബാംഗ്ലൂരിൽ ഉണ്ടായിരുന്നത്. അതിനു മുമ്പ് തന്നെ മംഗലാപുരത്ത് ഇവർക്ക് വേണ്ടി സെൻ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഉള്ള കുട്ടികളെ സ്നേഹ കെയർ ഹോമിലേക്ക് കൊണ്ടുവരികയും അവിടുന്ന് ഇവർക്ക് ആവശ്യമായിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുകയും പിന്നീട് അവരെ ഭാവിയിലേക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ വിധത്തിലുള്ള ഭൗതികമായിട്ടുള്ള കരുതലും ഈ ഒരു എഡ്യൂക്കേഷൻ പദ്ധതിയിലൂടെ ഞങ്ങൾക്ക് കൊടുക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നു. ഇന്ന് അവർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉന്നത നിലയിൽ തന്നെ സേവനമനുഷ്ഠിക്കുകയും അവരുടെ ജീവിതം തന്നെ അവർ കരുപിടിപ്പിക്കുകയും ചെയ്യും. എയ്ഡ്സ് ബാധിച്ച ഒരു കുട്ടി, ആ കുട്ടിയുടെ പേര് പറയാൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല. ആ ഒരു കുട്ടിയുടെ മാതാപിതാക്കൾ മരിച്ചുപോയി. 8 വയസ്സുള്ള ഒരു കുട്ടി. ആ കുട്ടിയുടെ മാതാപിതാക്കൾ മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ കുട്ടിയുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കുവാൻ വേണ്ടി ഈ കുട്ടിയെ അവർ ഒരു റൂമിൽ പൂട്ടിയിട്ട് ഏകദേശം 9 ദിവസത്തോളം റൂമിൽ പൂട്ടിയിട്ട് വെള്ളം പോലും കൊടുത്തില്ല. ഈ കുട്ടിയെ എങ്ങനെയെങ്കിലും കൊല്ലണം. അപ്പോൾ ഇവർ കണ്ടുപിടിച്ച മാർഗം ഈ കുട്ടിയെ പൂട്ടിയിടുക എന്നുള്ളത് മാത്രമായിരുന്നു. കാരണം അങ്ങനെ സംഭവിച്ചാൽ ഈ കൊച്ചിന് എയ്ഡ്സ് ഉള്ളതായിട്ട് നാട്ടുകാർക്കറിയാം. അപ്പോൾ ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു മരണമായി തന്നെ ആൾക്കാർ കാണും എന്ന് മനസ്സിലാക്കി ഈ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കാതെ ഇവർ പൂട്ടിയിട്ടു. അവസാനം കുട്ടിയുടെ ബന്ധുക്കൾ എങ്ങനെയോ ഈ ഒരു വിവരം അറിഞ്ഞ് ഞങ്ങളെ അറിയിക്കുകയും ഞങ്ങൾ ചെന്നു.
അപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോൾ കാണുന്ന ഒരു അതിദയനീയമായിട്ടൊരു കാഴ്ചയായിരുന്നു. എല്ലും തോലുമായിട്ടുള്ളൊരു കുട്ടി. ആ കുട്ടി സംസാരിക്കാൻ സാധിക്കില്ലെങ്കിലും ആ കുട്ടി പറയുന്നത് അല്പം വെള്ളം വേണം, എന്നെ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് ജീവിക്കാൻ അനുവദിക്കണം, എവിടേക്കെങ്കിലും ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുപോയെന്ന് ഈ ഒരു 8 വയസ്സുള്ള കുട്ടി കരഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ കുട്ടിയുടെ വെയിറ്റ് ഞങ്ങൾ ചെക്ക് ചെയ്തപ്പോൾ ഏകദേശം 9 കിലോയോളം ഉള്ളൂ. അപ്പോൾ പിന്നീട് ഈ കുട്ടി ജീവൻ മരുന്നിലൂടെയൊക്കെ ജീവൻ അല്പം കിട്ടിക്കഴിഞ്ഞപ്പോൾ കുട്ടി പറഞ്ഞ ഒറ്റ കാര്യം ഇതായിരുന്നു, എനിക്ക് ജീവിക്കണം. അപ്പോൾ ഇന്ന് ഈ കുട്ടി വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഇപ്പോൾ ഏകദേശം 16 വയസ്സായി. ആ കുട്ടി ഒരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ പഠനവുമായിട്ട് ആ കുട്ടി മുന്നോട്ട് പോകുന്നു. വേറെ ഒരു സംഭവം, 2 കുട്ടികളുടെ മാതാപിതാക്കൾ മരിച്ചുപോയി. അമ്മ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. അമ്മ ജീവിച്ചിരിക്കുന്ന ആ സമയത്ത് ഈ അമ്മയ്ക്ക് ഒരു ദിവസം അസുഖം മൂർച്ഛിച്ചപ്പോൾ ഈ കുട്ടി അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ ഈ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ചികിത്സയുടെ ചിലവ് ഞങ്ങൾക്ക് തന്നിട്ടില്ല, അതുകൊണ്ട് ചികിത്സിക്കാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ അമ്മയെ ഈ കുട്ടിയോടൊപ്പം പറഞ്ഞു വിട്ടു. ആ കുട്ടിക്ക് ഏകദേശം 13 വയസ്സായിരുന്നു പ്രായം. അതിനൊരു കുഞ്ഞനുജത്തി ഉണ്ടായിരുന്നു, 4 വയസ്സുള്ള കൊച്ച്. അപ്പോൾ അന്ന് രാത്രി ഏകദേശം ഒരു 9 മണിയായപ്പോൾ നന്നായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് കറണ്ട് പോയി. അപ്പോൾ ഈ അമ്മയുടെ കൈ കിടന്ന് ഇങ്ങനെ വിറയ്ക്കുകയാണ്. അപ്പോൾ ഈ കൊച്ച് ഇവിടുന്ന് ഒരു മെഴുകുതിരി കത്തിച്ച് അവിടെ വെച്ചു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ അമ്മ ഈ കുഞ്ഞു കൊച്ചിൻ്റെ കൈ പിടിച്ച് ഇതിൻ്റെ മൂത്ത കൊച്ച്, ഈ 12 വയസ്സുള്ള കൊച്ചിൻ്റെ കയ്യിൽ കൊടുത്തു. അപ്പോൾ ഈ കൊച്ചിന് കാര്യങ്ങൾ മനസ്സിലായില്ല, എന്താ സംഭവിക്കുന്നത് മനസ്സിലായില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ അമ്മ ഒന്നും സംസാരിക്കുന്നില്ല, അമ്മയുടെ ശരീരം തണുത്ത് വിറച്ചു. അപ്പോൾ ഈ കുട്ടിക്ക് മനസ്സിലായി അമ്മ മരിച്ചെന്ന്. കറണ്ടില്ല. അപ്പോൾ ഈ കുഞ്ഞു കൊച്ചും ഈ ഒരു 12 വയസ്സുള്ള കൊച്ചും അന്ന് രാത്രി മൊത്തം അമ്മയുടെ മൃതശരീരത്തിന് കാവലിരുന്നു. പിറ്റേ ദിവസം രാവിലെയാണ് നാട്ടുകാരുടെ സഹായത്തോടുകൂടി ഈ അമ്മയെ ഇവർ സംസ്കരിച്ചത്. പിന്നീട് ഈ കൊച്ച്, 12 വയസ്സായ കൊച്ച് ഒരു ഹോട്ടൽ പണിക്ക് പോവുകയും ഈ 4 വയസ്സുള്ള കൊച്ച് ഈ അനിയത്തിനെയും അമ്മേനെയും തേടി നടക്കുന്ന കഥകളൊക്കെ ഈ കുട്ടി ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒത്തിരി കരളലിയിക്കുന്ന കഥകൾ ഇവർക്ക് പറയുവാനുണ്ട്. പലപ്പോഴും ഈ സമൂഹത്തിന് ഇവരോടുള്ള ഒരു മനോഭാവം വളരെയധികമായിട്ട് വേദനിപ്പിക്കുന്നതും ഒരു ചോദ്യചിഹ്നമായി നമ്മുടെ മുന്നിൽ അവശേഷിക്കുന്നതും ആയിട്ടുള്ള കാര്യമാണ്. ഇന്ന് 2 പേരും, മൂത്ത കൊച്ചിന് ജോലിയായി, രണ്ടാമത്തെ കൊച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നു. 2 പേരും നല്ല ഭാവിയെ പ്രതീക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ദൈവസുതൻ ഏറ്റവും അധികം സ്നേഹിച്ചത് ആരെ എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കി നമുക്ക് പറയാൻ പറ്റും, രോഗികളെയാണ് ഏറ്റവും കൂടുതലായിട്ടും. രോഗികളെ തൊട്ട് സുഖപ്പെടുത്തുകയാണ് ദൈവസുതൻ ചെയ്തത്. കുഷ്ഠരോഗികളെ ഒരു വാക്കുകൊണ്ടും അതോടൊപ്പം തന്നെ സ്പർശനം കൊണ്ടും സുഖപ്പെടുത്തിയ യേശു മിശിഹ. ആ മിശിഹായുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള ശുശ്രൂഷ തന്നെയാണ് ആതുര സേവനം. കമിലിയൻസ് എന്ന നിലയിൽ ഞങ്ങൾക്ക് ഈ ആതുര ശുശ്രൂഷ മുന്നോട്ട് പോകുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്.